അതുപോലെ തന്നെ മാറാനും പഠിക്കാനും തയ്യാറാകുക അല്ലെ. നമുക്ക് ഇത് ഞാൻ ഇത്രയും കാലം പോയ മാതിരി മതി, അതിനൊക്കെ ഉണ്ടെങ്കിൽ മതി ബിസിനസ്, ഒക്കെപ്പാടെ ഒന്നും മാറാൻ കഴിയില്ല അല്ലെ. നമ്മൾ എന്ന വ്യക്തി മാറാനും പഠിക്കാനും തയ്യാറാണ്. പഠിക്കണമെങ്കിൽ പ്രോഗ്രാംസിൽ വന്നു കഴിഞ്ഞാൽ എന്നും കേട്ടതന്നെയല്ലേ കേൾക്കുക. എന്താ അവിടെ പോയിട്ട് അല്ലെ, ഈ കേട്ടതന്നെ കേട്ടിട്ട് കേട്ടത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയുന്നുണ്ടോ? നമ്മളത് ചിന്തിച്ചാൽ മതി. അപ്പോഴും നമ്മൾ അപ്ലയൻസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കറിയാൻ കഴിവില്ല, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ല. ഇനി അഥവാ ഇപ്പൊ ചില ആളുകൾ പറയും, എന്നും ഇപ്പൊ ഒരു ബെറിസ്റ്റാറും ഡിസ്ട്രിബ്യൂട്ടർ പറയക്കാരെ ഞാൻ എന്നും മീറ്റിങ്ങിന് വരുന്നുണ്ടല്ലോ സാറേ, അപ്പൊ അവർക്ക് ഒന്ന് ചിന്തിച്ചൂടെ, ഈ STC RTC എല്ലാ ലീഡേഴ്സും എന്നും വരുന്നുണ്ട്, അപ്പൊ അവരൊക്കെ എന്തിനാ വരുന്നത് അല്ലെ. എന്നാൽ ഞങ്ങൾക്കൊക്കെ നിർത്തിയാ പോരെ, GTS ഞങ്ങൾ കുറെ കാലമായിട്ട് GTS വരാൻ തുടങ്ങിയിട്ട് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ വരുന്നത്? നമുക്ക് ഓരോ പ്രോഗ്രാമും വ്യത്യസ്തമായിട്ടുള്ള അറിവും കഴിവാ കിട്ടണേ. അതുകൊണ്ടാണ് നമ്മൾ അത് മാറാനും പഠിക്കാനും തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഓരോ എന്താ പറയാ അച്ചീവ്മെന്റ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക. ഇന്ന് ഇറങ്ങുന്ന സമയത്ത് ഇല്ല, എനിക്ക് വേണ്ടത് ദൈവം വഴിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുക. അല്ലാതെ ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അല്ലെ, ഏതെങ്കിലും റാങ്ക് അടിക്കാൻ വേണ്ടി കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇപ്പൊ ഇറങ്ങിയപ്പോ കിട്ടും അവന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ആ രൂപത്തിൽ മാറാതെ നമ്മൾ ഇല്ല എനിക്ക് ഇത്രയും മതി, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഇറങ്ങിയാൽ കിട്ടും, ശുഭാപ്തി നല്ല വിശ്വാസത്തോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഏത് ദൈവത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ അർപ്പിച്ച് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമ്മൾ വർക്കിൽ ഇറങ്ങാൻ തയ്യാറാകുക. ഏത് കാര്യത്തിലേക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകുക. അത് എന്തായിക്കോട്ടെ, ഒരു ലീഡർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സാർ, അത് ഉത്തരവാദിത്വം, അത് ഏറ്റെടുക്കുന്ന ഒരു മനോഭാവമാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ അത് സാറേ ഇപ്പൊ എനിക്ക് പറ്റൂല, ഞാനിപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഒഴിവാക്കാണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. കാരണം അപ്പോഴേ നമ്മൾ നാളെ നല്ലൊരു ലീഡറായി മാറുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവ് കേട്ടാൽ തളരാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ പോകുമ്പോഴേക്കാരും എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്, അതോടുകൂടി ശുഭാപ്തി വിശ്വാസം ബലൂണ് ചുങ്ങണ മാതിരിയാണ് ചുങ്ങാൻ പാടില്ല. ആ വിശ്വാസം എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അവിടെ നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, നോ നെവർ മൈൻഡ് അല്ലെ. അവിടെ അതിന് നെവർ മൈൻഡ് ചെയ്തോളൂ അല്ലെ. അല്ലാതെ വേറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, നെഗറ്റീവ് നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യാം. നോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നോ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. എന്തായാലും കൂടുതൽ സംസാരിക്കണില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു ലീഡറിൽ അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയിൽ നമ്മൾ മാറ്റിയെടുക്കാൻ തയ്യാറാകുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മളെന്ന വ്യക്തിയെ മറ്റുള്ളവർ അംഗീകരിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള കുറെ കഴിവുകൾ വേണം. അതാണ് നമുക്ക് ഇന്ന് ഈ എന്താ പറയാ ഭൂമുഖത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്നും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ആ നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാനും, വീട്ടിലായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫിനോടായിക്കോട്ടെ, വൈഫ് ഹസ്ബൻഡിനോടായിക്കോട്ടെ, രക്ഷിതാക്കളോടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടീമിനോടായിക്കോട്ടെ, ഏത് രൂപത്തിലും നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആവാന് എല്ലാവർക്കും ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന് നമുക്ക് അതിന് എന്തൊക്കെയാണോ കുറവ്, ആ കുറവ് മാറ്റി ചിലപ്പോ നമുക്ക് കുറച്ച് പെയിന് വരും അല്ലെ. ഞാൻ ഇത്രയും കാലം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റി വെക്കാന് അത് എനിക്ക് മാറാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ ചില ആളുകൾക്ക് ചെറിയ പെയിന് വരും. ആ പെയിനാണ് നമ്മളെ ഗെയിന്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാറ്റാനും മാറാനും കഴിയട്ടെ, നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ കഴിയട്ടെ. നമ്മളെ ക്ലോസിങ് മറ്റന്നാളാണ്. നാളെ വേറെ കുറേ ടിപ്സുകളുമായിട്ട് നമ്മളെ വണ്ടർഫുൾ സെഷനുമായിട്ട് നാളെ അടിപൊളി ഒരു ലീഡർ വരുന്നുണ്ടാകും. എല്ലാവരും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐഫ്ലൈസ് മീറ്റിംഗിൽ എന്റെ ഓർഗ് 1 എന്നും ഓർഗ് 2 എന്നും എത്ര പേര് ഇത്തരം കാര്യങ്ങൾ കേട്ടൂലേ. ചിലപ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഈ പറഞ്ഞതിനകത്ത് നമ്മുടെ ടീമിൽ പല ആളുകൾക്ക് സ്വഭാവം ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അവർ നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകാനും അവർക്ക് മാറാനും പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഓർഗ് 1 നിന്നും ഓർഗ് 2 നിന്നും നമ്മുടെ ടീമിനെ മാക്സിമം ഈ ഐഫ്ലൈസ്, കാരണം ഇത് നമുക്കൊരു ചെലവുമില്ല. രാവിലെ കുറഞ്ഞ സമയം നമ്മൾ ഇരുന്നാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് ക്യാഷ് കൊടുക്കൊന്നും വേണ്ട അല്ലെ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ ആയി കിട്ടിയതിന് വാല്യൂ ഉണ്ടാവില്ല എന്ന് പറയില്ലേ. നമ്മൾ ഓർഗ് 1 നിന്നും ഓർഗ് 2 നിന്നും ഉള്ള ആളുകളെ നമ്മൾ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.